ഹലോ. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം അത് വേറൊരു മിഥ്യാധാരണയാണ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന ബഹുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നെൻ്റെ ഈ വീഡിയോ. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഈയിടെയായിട്ട് വന്നൊരു സംഭവമാണ്. അതെന്തോ വലിയൊരു സംഭവമായിട്ട് ആൾക്കാർ കാണുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല. പണ്ട് ഈ 8ഉം 10ഉം ഒക്കെ പ്രസവിച്ചവർക്കൊന്നും ഇല്ലാത്ത എന്താണ് ഇന്ന് 1ഉം കഷ്ടിച്ച് 2ഉം ഒക്കെ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് ഉള്ളത് എന്നൊരു ചോദ്യമാണ് ഇന്നും ഞാൻ പലരുടെയും വായിന്ന് കേട്ടത്. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഒന്നും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് വരുന്നത്, ഇങ്ങനെ ഓരോ പേരുകളിട്ട് ഓരോന്ന് വിളിക്കാനുണ്ടാവുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെ പറഞ്ഞ ചിലരെ റീസെൻ്റ്ലി എൻ്റെ ചെവിയിൽ അത് എത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഞാൻ ആ ഒരു സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയിലേക്കൊന്നും ദൈവം സഹായിച്ച് എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ ആകെ ഡൗൺ ആയിട്ട് കുറേ നാൾ ഇരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷേ ആ ഒരു ഡിപ്രഷൻ എനിക്കത് പേരിട്ട് വിളിക്കാൻ തോന്നുന്നില്ല. കാര്യം പലരുടെയും സിറ്റുവേഷൻ അറിയാമെന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ പോയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് അന്നത്തെ സൊസൈറ്റികൾക്ക് അതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അവർക്കധികം പുറത്തേക്കൊന്നും ഇറങ്ങി ആക്റ്റീവ്ലി ഒന്നിലും ഏർപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വീട്ടിൽ തന്നെ ഒതുങ്ങി ചിലപ്പോൾ അത് ആ ദേഷ്യം തീർക്കുന്നത് അടുക്കളയിലായിരിക്കും. പിന്നെ അന്ന് ഇങ്ങനെ ഒരു കേസ്, ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അതൊരു വിവാദമാവാം, അല്ലെങ്കിൽ അതൊരു അങ്ങനെയുള്ളൊരു സംഭവം ന്യൂസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അന്നത്തെ എന്താണ് എക്സ്പോഷർ അല്ല ഇന്ന്. സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബ്ലോഗിലൂടെ പുറത്ത് ആൾക്കാർ അറിയും. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഡിപ്രഷൻ കാരണം സ്വന്തമായി കുഞ്ഞിനെ നോവിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും സ്വയം ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരെന്ന് പറയുന്നത് അതിനെ നമ്മൾ മാഡ്നസ് ആയിട്ട് കാണരുത്. അതൊരു അവസ്ഥയാണ്. അതിനെ അഭിനയമായിട്ടും ഒക്കെ ഇന്നും പറയുന്ന ആൾക്കാരെ, പറയുന്ന സ്ത്രീകളെ, നോട്ട് ദ പോയിന്റ്, പറയുന്ന സ്ത്രീകളെ ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലിയും കൂടെ കേട്ടതാണ്. എനിക്കത് ഈ അടുത്തിടെയും കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അവർ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരൊക്കെ തന്നെ അവരുടെ സിറ്റുവേഷൻ അല്ല, അവരുടെ സാഹചര്യമല്ല, അവരുടെ ശരീരമല്ല, അവരുടെ ഹോർമോണൽ ചേഞ്ച് അല്ല ഈ പറയുന്ന ഡിപ്രഷനിൽ നിൽക്കുന്ന അമ്മമാർക്കുള്ളത്. ഓരോരുത്തരും ഡിഫറെൻ്റാണ്, അവരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്, ഓരോന്നും അവർ ഗ്രാസ്പ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. ഇതിനെ വളരെ വളരെ ഒന്നും ഇല്ലാത്തൊരു കാര്യമായിട്ട് ചിത്രീകരിക്കുകയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. അവരുടെ തെറ്റല്ല, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. അവർക്ക് മനസ്സിന് കട്ടിയില്ലാത്തത് കൊണ്ടല്ല അവരങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. ചുറ്റുമുള്ളവരും സാഹചര്യവും അവരതിലേക്ക് എത്തിച്ചതാണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ ഇറ്റ്സ് എ ഹോർമോണൽ തിങ്. മൊത്തം ഹോർമോൺസിൻ്റെ കളികളാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും എല്ലാം നോർമൽ ആവുന്നുണ്ട് പലർക്കും. ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നെങ്കിൽ നല്ലതായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യുന്നു. സോ അങ്ങനെ നിൽക്കുന്ന അമ്മമാരെ ഡോണ്ട് ബ്ലെയിം ദം. ദേ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. അവരെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാം റെഡിയാവും. ഓക്കെ, ബൈ.